ഹലോ ഗൈസ്, വി ആർ ബാക്ക്. നമ്മളിന്ന് ഒരു സൂപ്പറായിട്ടുള്ളൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മളിപ്പോൾ എവിടെയാണെന്ന് പറയണം. നമ്മളിപ്പോൾ കവയിലാണല്ലോ, പാലക്കാടിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ട്സ് കവ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഒറ്റയ്ക്കൊന്നുമല്ല വന്നത്. ഇതിപ്പോൾ ഓണം ആയതുകൊണ്ട് നമ്മൾ പിള്ളേരൊക്കെ വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ ബ്ലഡി ഗ്രാമവാസീസിലുള്ള എല്ലാ അംഗങ്ങളും ഇവിടെ പ്രസൻ്റ് ആണ്, എക്സെപ്റ്റ് ഒരു 3 എണ്ണം. ഗൈസ്, കവയിൽ കുറേ കുരങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കാണിച്ചു തരാൻ പോവാം. ഇവിടെ നോക്കൂ, എത്ര പേരുണ്ട് നോക്കൂ. 1 2 ഇതിപ്പോ വേണ്ടാവും. അശ്വതി കയറില്ലടി, അതൊരു നല്ല പ്ലാൻ ആയിരുന്നു. പ്ലാൻ ഇനീഷ്യേറ്റഡ് ബൈ അജിത്ത്. അവിടെ ഒന്നും വന്നില്ല. ഗൈസ്, അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ഒരു വാട്ടർഫോൾസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ കവയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്കൊരു വെള്ളച്ചാട്ടത്തേക്ക് എത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കല്ലമ്പുഴ ബ്രിഡ്ജ് എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. പിള്ളേരെല്ലാവരും ഇങ്ങനെ ഒരു അവൻ എന്നെ വ്ളോഗ് എന്നെ നോക്കാൻ വേണ്ടി അവിടെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ കണ്ടു. ഇറങ്ങടാ എല്ലാവരും ഇറങ്ങടാ. ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് പൈസ കൊടുത്താൽ റെഡി ആക്കി രജിസ്ട്രേഷൻ മാത്രമേ. അത് ഓൾറെഡി മിക്സഡ് ആണ്. നിങ്ങളെന്താണ് എല്ലാവരും പരിചയക്കാരാണ്? അപ്പോൾ ഞങ്ങളിതാ ഒരു സാഹസികമായ നീക്കങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാരും ഇങ്ങനെ മറികടന്നുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു വെള്ളച്ചാട്ടം അപ്ലൈ കാണിച്ചില്ലേ, ആ വെള്ളച്ചാട്ടത്തിലേക്ക് കാലിൽ നിൽക്കാൻ പറ്റുള്ളൂ. വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഇത് മണിതർക്കാതലല്ലേ. കൈ പിടിച്ച് നടക്കാം. ഒരാൾ പോയടാ, ഇൻട്രസ്റ്റിംഗ് ആവൂടാ.
എന്തിനാ തൂക്കി എറിയണേ? ഞാൻ എന്താ കാണിച്ചത്? നിങ്ങൾ കണ്ടില്ലടാ. ഒന്നുകൂടി കാണിക്ക. കണ്ടില്ല. ഞാൻ എന്താ ചെയ്ത്? ഇല്ല ഒന്നുകൂടെ. ആ ഗൈസ്, ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു ബുദ്ധി തോന്നിയതാണ്, നമുക്കൊരു ഗെയിമൊക്കെ കളിക്കാം. അപ്പോൾ അതിന് ബേസ്മെൻ്റ് ആയിട്ട് എടുത്തത് ഇതാ ഈ സാധനം. ഇങ്ങനെ ഒരു കല്ല് അടുക്കിലിട്ടിട്ട് കാണുമ്പോൾ വെള്ളെടുത്തെറിയണ്ടാ. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ആരാണോ കൂടുതൽ കല്ല് ഇങ്ങനെ അടുക്കി വെക്കുന്നത് അവരാണ് ജയിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ മൊത്തം 8 പേരുണ്ട്. അപ്പോൾ അതിന് 2 ടീമായി സ്പ്ലിറ്റായിട്ടാണ് കളിക്കാൻ പോകുന്നത്. 2 ടീമിൽ ഒരു ടീമിൽ 4 പേര് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ ആരിൻ്റെ ടീമിലാണോ കൂടുതൽ കല്ല് അടുക്കിയിരിക്കുന്നത് അവർ ജയിക്കും. ഓക്കെ, അപ്പോൾ ടീം മെമ്പേഴ്സ് റെഡി. ടീം നമ്പർ 1 ഇതാ ശ്രീത്ത് ആൻഡ് കോ. അതിൽ അജിത്തുണ്ട്, അയിത്തുണ്ട്, ശ്രീത്തുണ്ട്, ഞാൻ, വർദ്ധൻ, അഞ്ജന ആൻഡ് അശ്വതി ആൻഡ് കോ. ഓക്കെ റെഡി. ആ 2 കല്ല് 1 കല്ല് എനിക്ക് ഇതാ. അതിൻ്റെ 1 കല്ല് നീ എടുക്ക്. ആ ഫെയർ ആൻഡ് ലവ്ലി. നീ ആ കല്ല് താഴെ ഇട്. ഇപ്പം ഞാൻ ഇത് മണ്ടയ്ക്കിടില്ലേ, അതൊരു താഴെയിട്. പെറുക്കികളെ ഇപ്പൊ തന്നെ പെറുക്കണ്ട, കളി തുടങ്ങട്ടെ. ശരി, കളി തുടങ്ങാം. ശ്രീതെൻകോ, അജി റെഡി? ആ ഈ കല്ല് മേലെ വെച്ചാൽ മതിട്ടാ. റെഡി. ഇല്ലല്ല, അവരുടെ ടീമാണ് ഫസ്റ്റ്. അല്ല, അവള് വെറുതെ പെറുക്കണം. പെറുക്കികൾ പെറുക്കി തുടങ്ങിയിരിക്കുന്നു. ആ ആരാ 3, 2, 1 കഴിഞ്ഞു. ടീം 1ലുള്ള എല്ലാ അംഗങ്ങളും കളി കഴിഞ്ഞ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. കൊരവീട് എത്തില്ലേടി മൂക്കും വായും കൂടി ചേർത്തില്ലടി. ഞാൻ എന്താ തിന്നാൻ കൊണ്ടുവരാണ് വിചാരിച്ചത്. കല്ലൊക്കെ നീ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇതിൽ കൂടെ വെള്ളം ചാടാൻ കുത്തിയിട്ട് അങ്ങനെ ഒരു 10-15 വർഷം എവിടെ അഴിച്ചപ്പോഴേക്കും എടാ, അവൻ മെല്ലെ എന്റെ ചെരുപ്പിരിക്കാൻ അറിയണത്. നീ ആവശ്യം നിന്റെ കാലിലറിയണ്ട.
രവീൻ്റെ അരി അറിയില്ല എങ്ങനെയല്ലേ Okay, guys. ഹരിരാജ് ഷോപ്പിൽ എടുത്ത ചടങ്ങുകൾ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. അയ്യോ നമ്മുടെ എല്ലാ ഗാങ്ങിലും ഒരാളും ഇങ്ങനെ കാണും. എവിടെ പോയാലും വീട്ടിൽ പോകണം പറയുന്ന ഒരാൾ. ഇതാ നടന്നു പോണ ആളില്ലേ, അതാണ് ഞങ്ങളുടെ ഗാങ്ങിൽ എപ്പോൾ നോക്കിയാലും വീട്ടിൽ പോകണം പറയുന്ന ആൾ. മാരീഡ് ആയ എങ്ങനെയാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെയും കുറച്ച് തെറ്റുകളുണ്ടാവും. വാടാ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി എന്നിട്ട് വിളിച്ചു കൊണ്ടിരിക്കുക വാ പോവുക. ഗൈസ് ഞങ്ങൾ യാത്ര പറയുകയാണ്. കാണും നിന്നെയും കാണും ദാവിനെയും കാണും. എല്ലാവരും ഒന്ന് ഇങ്ങനെ എന്താ പറയുക സൈനിങ് ആവും. ഗൈസ് ഇനി ഞങ്ങൾ അതിസാഹസികമായ കുറച്ച് നീക്കങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ വ്ളോഗ് ഇങ്ങനെ തുടർന്നു എന്ന് പറയാനേക്കാളും നല്ലത് നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതാ ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ആൾക്കാരുടെയും അതിസാഹസികമായ നീക്കങ്ങൾ നിങ്ങൾക്ക് കാണാമെന്നായിരിക്കാം. എൻ്റെ മുടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവണമെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നു. അവനെ പേടിച്ചതാണ് അത്. എന്താണ് വെയിറ്റിംഗ് ആണ്. ഞങ്ങളിങ്ങനെ മലബാർ ഹോട്ടലിൽ പോയി ചമ്മിയിട്ട് ഫുഡില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അതിൻ്റെ പിന്നെ ഇപ്പോൾ വൈറ്റ് റൂസിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ എവിടെ ഡ്യൂ വൈറ്റ് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റിംഗ് സീനാണ്. ഡിസ്കഷൻസ് ഉണ്ടാവുമല്ലോ, അത് ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.